Praveen, who actually traveled 1,600 kilometers across Kerala to going to the homes of the students. കണ്ടന്റ് കൺസ്യൂം ചെയ്യും. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് കാണാം, ഒത്തിരി കൺസ്യൂം ചെയ്യും. ഏവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ധാരാളം വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നല്ല സമയത്താണ് നമ്മൾ ആയിരിക്കുന്നത്. പക്ഷേ ഒത്തിരി ആൾക്കാർ ഡിജിറ്റൽ ലീഡർഷിപ്പിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ കോച്ചിങ്ങിലൂടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ 50,000 രൂപ പോലും അവർക്ക് ഏൺ ചെയ്യാൻ കഴിയാതെ പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് നമ്മളിവിടെ കവർ ചെയ്യാനായിട്ട് പോവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുകയും അതിനു വേണ്ടിയിട്ട് തുടക്കം കുറിച്ചതിന് ശേഷം ഒന്ന് പൂർത്തീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ സക്സസ് ആവാനായിട്ടോ വിജയിക്കാനായിട്ടോ കഴിഞ്ഞില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ ഒരു ജേണിയിലേക്ക് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ധാരാളം ചലഞ്ചസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ചലഞ്ചസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ക്യാമറയുടെ ഒക്കെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. ഏറ്റവും പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നമ്മുടെ മനസ്സിനെ പലപ്പോഴും വേദനിപ്പിക്കാറുണ്ട്. ആ സമയങ്ങളിൽ പല ആൾക്കാരും അവിടെ വെച്ച് നിർത്തി പോകാറുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു റിയൽ ഗെയിമും ഡെപ്തുമാണ് ഞാനിവിടെ പറയാനായിട്ട് ശ്രമിക്കുക. ഞാൻ തുടങ്ങി വെച്ചത് ഇങ്ങനെയാണ്, നമുക്ക് വളരാൻ പറ്റിയ ഏറ്റവും വലിയൊരു സാഹചര്യമാണ് ഇന്നുള്ളത്. കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ടെക്നോളജിയൊക്കെ ഒരു വ്യക്തിക്ക് അവന്റെ ഉള്ളിലെ കഴിവിനെയും അറിവിനെയും ലോകം മുഴുവനും എത്തിക്കാനുള്ള നല്ല സാധ്യതയിലാണ് ആയിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് പല ആൾക്കാർക്കും മിനിമം 50,000 രൂപയെങ്കിലും ഏൺ ചെയ്യാനായിട്ട് പെർ മന്ത് കഴിയാതെ പോകുന്നുണ്ട്? നമുക്ക് നോക്കാം. അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ഡീകോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ശ്രമിക്കാം. ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് കുറിക്കേണ്ട എൻ്റെ ലൈഫിൽ എന്നെ ഞാനാക്കി തീർത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ട് ഇതാണ്: ഇഫ് യു ട്രീറ്റ് ദിസ് ആസ് എ ബിസിനസ് ഇറ്റ് വിൽ ട്രീറ്റ് യു ആസ് എ ബിസിനസ്. ഇഫ് യു ട്രീറ്റ് ദിസ് ആസ് എ ഹോബി ഇറ്റ് വിൽ ട്രീറ്റ് യു ആസ് എ ഹോബി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾ വീട്ടിലിരുന്നിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് ബിസിനസ് ആയിട്ടാണെങ്കിൽ തിരിച്ച് നിങ്ങളെ ബിസിനസ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ഹോബി ആയിട്ട് തമാശയായിട്ട് വീഡിയോ ചെയ്താൽ അതിൽ നിന്ന് വരുമാനം ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കൊരു ബിസിനസ്സാണ്, ആൾക്കാർ എന്നിലേക്ക് വന്നാൽ അതിലൂടെ എനിക്ക് അവരെ സഹായിക്കാൻ കഴിയും, അതൊരു ബിസിനസ്സാണ് എന്ന ബോധ്യത്തോടു കൂടി ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ് ആയിട്ടായിരിക്കണം. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പ് ആയിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷനായിട്ട് നിങ്ങൾ വരികയാണ്, വീഡിയോസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഹോബി ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഒരു ദൗത്യമായിട്ട് എന്നിലൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ മറ്റൊരാളുടെ ലൈഫിൽ ഒരു വ്യത്യാസം വരണം എന്ന ദൗത്യത്തോടു കൂടി ബിസിനസ് ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുക. ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങളുടെ കൊണ്ടുവരാം. നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ട്. ആ മൊബൈൽ വളരെ ക്ലാരിറ്റി കുറവാണ്, മോശമാണ്. അതിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഹോബി ആയിട്ട് എനിക്ക് ചെയ്യാം. പക്ഷേ ഞാൻ ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് കയ്യിലുള്ള ഒരു മൊബൈൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഒരു നല്ല മൊബൈൽ വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയാൽ എൻ്റെ ബിസിനസ് ആണ് ഇമ്പ്രൂവ് ആവുന്നത്. അതിലൂടെ എനിക്ക് ധാരാളം വരുമാനത്തിലേക്ക് സാധ്യതയുണ്ട്. പക്ഷെ അതേ സമയത്ത് ഒരു ഹോബി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ചിലവായിട്ട് കാണുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകില്ല. നമുക്ക് ക്വാളിറ്റിയുള്ള മൈക്ക് ക്യാമറയൊക്കെ നമുക്ക് ആവശ്യമായിരുന്ന കണക്ഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. സോ നമുക്ക് ഇതിന്റെ ഒരു സീക്രട്ടിലേക്ക് നമുക്ക് വരാനായിട്ട് ശ്രമിക്കാം. ആദ്യം ഒരു ഡിജിറ്റൽ ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കംഫർട്ടബിൾ സോണിലായിരിക്കുക. കംഫർട്ടബിൾ സോൺ എന്ന് പറയുന്നത് പല സമയങ്ങളിൽ നമ്മൾ പോലും അറിയാതെ ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കടന്നുപോയ വഴിയാണ് ഞാനിവിടെ പറയാം. ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു നോളജ് ഉണ്ട്, ഒരു സ്കില്ലുണ്ട്, പക്ഷേ അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു ടൈമുണ്ട്. അതായത് നോയിങ് യുവർ സ്കിൽ ബട്ട് കീപ്പിംഗ് ദം യുവർ സെൽഫ്. നമുക്ക് പുറത്ത് പറയില്ല, നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളെ പുറത്ത് ഷെയർ ചെയ്യാത്ത ഒരു കംഫർട്ടബിൾ സോണാണ് ആദ്യത്തെ സ്റ്റേജ് എന്നുള്ളത്. അവിടെ എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് കണ്ടന്റ് കൺസ്യൂം ചെയ്യും. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് കാണാം, ഒത്തിരി കൺസ്യൂം ചെയ്യും, പക്ഷെ ഒരു ചെറിയ കാര്യം പോലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കില്ല. ഇതാണ് ഒരു തുടക്കം. ഇപ്പോൾ പല ആൾക്കാരുടെയും തുടക്കം ധാരാളം കണ്ടന്റ് കൺസ്യൂം ചെയ്യും, പക്ഷെ ഒരു വീഡിയോ എങ്കിലും സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അതാണ് കംഫർട്ടബിൾ സോണിന്റെ ഒരു പ്രത്യേകത. ഇവിടെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്ന് സംസാരിക്കാത്ത ഒരു സമയമാണ്. ഞാനൊക്കെ ആ സിറ്റുവേഷനിലാണ് കടന്നുപോയത്. അതിനുശേഷം നമുക്ക് കോഴ്സസ് ഇല്ല. നല്ല നോളജുള്ള വ്യക്തിയാണെങ്കിൽ പോലും ആ നോളജിലൂടെ കൺസൾട്ടിങ്സ് കൊടുക്കാറില്ല. അതോടൊപ്പം തന്നെ നമ്മളൊരു സൈഡ് ഇൻകത്തിൽ അല്ലെങ്കിൽ
ഇതിനെ ഒരു മെയിൻ ആയിട്ട് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്ത് അതിലൂടെ ഒരു വരുമാനം കിട്ടും എന്നത് കാണാതെ നമുക്ക് നിലവിലുള്ള ഒരു ജോബിലേക്കോ മറ്റു തിരക്കുകളിലേക്കോ നമ്മൾ കമ്മിറ്റഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷനാണ് ആദ്യത്തെ കംഫർട്ടബിൾ സോൺ. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഒത്തിരി ആൾക്കാർ വീഡിയോസ് ചെയ്ത് അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും അത് ചെയ്യണം, എനിക്ക് നന്നായിട്ട് വീഡിയോ ചെയ്യണം, അതിലൂടെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, അതിനൊരു ബിസിനസ് ആയി കൊണ്ടുവരണം എന്ന ഒരു ഉള്ളിലൊരു ഫയറോട് കൂടി നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകാന്നുള്ളതാണ്. ഇവിടെ മോസ്റ്റ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഡിജിറ്റൽ ലീഡേഴ്സിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കംഫർട്ടബിൾ സോൺ ഇടാൻ. ഞാൻ എന്തെങ്കിലും ചെയ്താലേ ആൾക്കാർ കമന്റ് ചെയ്യുള്ളൂ, പക്ഷെ ചെയ്യാൻ പോലും മനസ്സില്ലാതെ കംഫർട്ടബിൾ സോണിലേക്കായിരിക്കും ആദ്യം ആൾക്കാർ ഇരിക്കുക. എന്നാൽ അതിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയ സാധ്യത നമുക്ക് തുറങ്ങും. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിലേക്കൊക്കെ വരും. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് നെർവസ് ആണ്, നമുക്ക് പേടിയാണ്, നമ്മുടെ ഫേസ് കാണിക്കാൻ പേടിയാണ്. ആദ്യം കംഫർട്ടബിൾ സോണിൽ നിന്ന് എനിക്ക് കാണിക്കണം എന്നൊരു മനസ്സിൽ ചിന്ത വരും, പക്ഷെ ഫേസ് കാണിച്ച് തുടങ്ങുമ്പോൾ പേടിയാണ്. ആൾക്കാരെന്ത് പറയും, എൻ്റെ ഒരു ബ്രാൻഡ് പൊസിഷൻ എങ്ങനെയാവും, ഞാനൊരു കമ്പനി റൺ ചെയ്യുന്ന ആളല്ലേ, ഞാൻ വീഡിയോ ചെയ്താൽ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്താൽ എൻ്റെ ഒരു കമ്പനിക്ക് മോശമായിട്ട് മാറുമോ, അല്ലെങ്കിൽ എനിക്ക് മോശമായിട്ട് മാറുമോ, കുറേ ചിന്തകളാണ്. അവിടെയാണ് ആദ്യത്തെ ഒരു ചിന്ത. അതായത് എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, മറ്റു സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഓൺലൈനിൽ ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്താൽ എന്ത് ചെയ്യുന്നുള്ള. ഞാനിപ്പോൾ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു നോട്ടും കൂടെ കയ്യിൽ വെച്ചോ. ഈ സിറ്റുവേഷനിലാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. ഇത് കടന്നാലേ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് എടുക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു വെബിനാർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നിരിക്കട്ടെ. ആ സമയത്ത് ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ വെബിനാർ ചെയ്താൽ ആൾക്കാർ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരാളും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതാണ് ടെൻഷൻ. ഞാനൊരു കോഴ്സ് റെക്കോർഡ് ചെയ്താൽ അത് വിൽക്കാനായിട്ട് വെച്ചാൽ ആരും വാങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു പേടിയിലാണ് ആദ്യത്തെ സമയത്ത് നിൽക്കുക. ഇവിടെ നമ്മൾ ഒരു ഫീലിംഗ് ടെക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓവർലോഡായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, ഇങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും കൊണ്ടുവച്ചിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന രീതിയിൽ നമ്മൾ പലതിനെയും പരിചാരാനായിട്ടും മാറാനായിട്ട് സാധ്യതയുണ്ട്. വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ക്യാമറ ഇല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഞാനങ്ങ് ഒത്തിരി വീഡിയോസ് ചെയ്ത് കളയും. ഈ ചിന്ത നമുക്കുണ്ട്. ശരിക്കും ആലോചിച്ചാൽ നമ്മുടെ നിലവിലെ കയ്യിലെ സാധനം വെച്ചിട്ട് നമ്മൾ തുടങ്ങാന്നുള്ളതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒത്തിരി എക്സ്ക്യൂസസ് ആണ് പറയാം. ഞാൻ റെഡി ആയിട്ടില്ല, റെഡി ആയിട്ട് ഞാൻ തുടങ്ങാം എന്ന് പറയും. ഇവിടെയും നമ്മൾ സക്സസ്ഫുൾ കോച്ചായിട്ടുള്ള ഏതൊരു മനുഷ്യനും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സിറ്റുവേഷനിലും മനസ്സിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ഇവിടെ ഇതിനെ ഒന്ന് പൊട്ടിച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് അൺസ്റ്റോപ്പബിൾ ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ തുടക്കത്തിൽ ഏതൊരു വ്യക്തിക്കും കംഫർട്ടബിൾ സോൺ ഉണ്ട്. പുതുതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ സോൺ ഉണ്ട്, അത് പൊട്ടിക്കണം. നമ്മുടെ കാൽസോളിൽ 10 days വീഡിയോ ചലഞ്ച് എന്ന് പറഞ്ഞ ചലഞ്ച് ഉണ്ട് വീഡിയോ ചെയ്യുന്നതിന്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കംഫർട്ടബിൾ സോണും പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു പേടിയുടെ ആൾക്കാർ എന്ത് പറയുന്നുള്ള ആ ഒരു പേടിയുടെ സോണൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ലേണിംഗ് സോണാണ്. ഈ ലേണിംഗ് സോണിൽ നമ്മൾ ആദ്യത്തെ ഒരു വെബിനാർ ചെയ്യും, ആദ്യത്തെ ഒരു വീഡിയോ ചെയ്യും. നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരും, ക്യാമറയിൽ സംസാരിച്ച് തുടങ്ങും. അവിടെ നമ്മുടെ മൈക്ക്, ക്യാമറ, ലൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയിട്ട് നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും നമ്മൾ ആ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും അത് അലൈൻമെന്റിലേക്ക് പോവുക. മറ്റത് കംഫർട്ടബിൾ സോണിൽ പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് ചെയ്തു നോക്കുന്നില്ല, ലൈവിലേക്ക് പബ്ലിക്കിലേക്ക് വരുന്നില്ല. ഇവിടെ നമ്മൾ ലേണിംഗ് സോണിൽ പഠിക്കുകയും ചെയ്യും. നമ്മൾ ഫ്രണ്ടിലേക്ക് വന്ന് ഒരു ഫസ്റ്റ് വെബിനാർ നമ്മൾ ചെയ്യും, ക്യാമറ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഒരു സ്കില്ല് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ കഴിവുകളെ എങ്ങനെ ഒരു പാക്കേജ് ആയിട്ട് മാറ്റാം, ഒരു കോഴ്സായിട്ട് മാറ്റാം, ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ എങ്ങനെ സെറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുകയും അതിനനുസരിച്ച് നമ്മൾ റൺ ചെയ്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് ലേണിംഗ് സ്റ്റേജ്. ഇവിടെ നമ്മൾ ഒരു ആദ്യത്തെ വെബിനാർ ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ ഓഡിയൻസിന് വെച്ചിട്ട് വെബിനാർ ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ലീഡ് ജനറേഷൻ, എൻക്വയറീസ് നമ്മളിലേക്ക് വരുന്നത്, അതിന് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. ഇവിടെ നമ്മുടെ ആക്ഷൻസ് ആണ് നമ്മുടെ പേടിയെ റീപ്ലേസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് പേടി ഉണ്ടായിരുന്നു, പക്ഷേ ഈ ആക്ഷൻ എടുക്കുന്തോറും നമ്മുടെ പേടി കുറഞ്ഞു വരും. നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്യാത്ത ആൾ വീഡിയോ ചെയ്ത് വരുമ്പോഴത്തേക്കും പേടി പറയും. ഉദാഹരണത്തിന് ഒരു ഡ്രൈവിംഗ് നമ്മൾ പഠിച്ചു, ആ ഡ്രൈവിങ്ങിന് വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ ആൾക്ക് മറ്റു വണ്ടി വന്ന് എന്നെ തട്ടുമോ അല്ലെങ്കിൽ ആൾക്കാരുടെ ദേഹത്ത് തട്ടുമോ എന്നൊരു പേടിയുണ്ടല്ലോ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ. അത് റോഡിലേക്ക് ഇറങ്ങി നമ്മൾ ഡ്രൈവിംഗ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ ഓട്ടിക്കുമ്പോൾ ഉള്ള ഒരു സ്കില്ല്, നമ്മൾ സ്റ്റിയറിംഗ് മാറ്റുന്നത്, നമ്മൾ ബ്രേക്ക് കിട്ടുന്നത്, ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ നമ്മുടെ ആ ഒരു ആക്ഷൻ അത് നമ്മുടെ പേടി എന്നുള്ളതിനെ ഒഴിവാക്കി കളയും. ശരിയല്ലേ? കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾക്കാർ ഫ്രണ്ടിൽ വന്നാൽ നമ്മൾ സ്ലോ ചെയ്യും, നിർത്തും, ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ മാറിപ്പോവും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ആക്ഷനിലൂടെ നമ്മുടെ പേടി അവോയ്ഡ് ചെയ്യും, അത് പിന്നെ കോൺഫിഡൻസ് ആയിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ലേണിംഗ് സ്റ്റേജ് എന്നുള്ളത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കുറേ കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അടുത്ത ലെവലിലേക്ക് പോകുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്
നമ്മൾ നിരന്തരമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, വെബിനാർ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ലാർജർ ഓഡിയൻസിലേക്ക്, ആദ്യം 1, 2, 3 കുറച്ച് ആൾക്കാരാണെങ്കിൽ വീണ്ടും ഒരു 20 പേര്, 30 പേര്, 100 പേര്, 200 പേര്, അങ്ങനെ കുറച്ചുകൂടെ വലിയ ഓഡിയൻസിലേക്ക് പ്രസന്റ് ചെയ്യാനായിട്ട്. ആദ്യമൊക്കെ കുറച്ച് പേരെടുത്ത് പറ്റും, പക്ഷേ ഒത്തിരി ആൾക്കാർ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ ഒരു പേടിയുണ്ടല്ലോ. അതും കൂടെ മാറുന്ന ഒരു സ്റ്റേജാണ് ഗ്രോത്ത് സ്റ്റേജ് എന്നുള്ളത്. ഇവിടെ നമ്മൾ നമ്മുടെ കോഴ്സസ്, നമ്മുടെ കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സെല്ല് ചെയ്ത് നമ്മൾ തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു ട്രാക്കിലേക്ക് കയറി നമുക്ക് പറയാനായിട്ട് കഴിയും. നമുക്കൊരു ഇമെയിൽ ലിസ്റ്റ്, നമ്മളിലേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടാവും, വാട്സാപ്പിൻ്റെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, കൃത്യമായിട്ട് നെർച്ചറിങ് ചെയ്യുന്നുണ്ടാവും, മെമ്പേഴ്സ് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ അതേ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടാവും. അഡ്വർടൈസിങ്, ഫേസ്ബുക്കിലൊക്കെ ആഡ് റൺ ചെയ്തിട്ട് എൻക്വയറി വരുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ചിരുത്തി നമ്മൾ വെബിനാർ ചെയ്യുന്നു, ക്ലാസ്സസ് ചെയ്യുന്നു. ആ ലെവലിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ശരിക്കും നമ്മുടെ ഒരു ഡിജിറ്റൽ ഒരു കോച്ച്, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്. ഇതൊരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഇൻകം സ്ട്രീമാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരു ആൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിൽ ഈ ഒരു ജേണിയിലൂടെ ആയിരിക്കും പോകാൻ. ഞാൻ ഇതിലൂടെ കടന്നു വന്ന ആളാണ്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഒരു ഗ്രോത്ത് ലെവലിലേക്ക് വന്നു, അടുത്ത ലെവലിലേക്ക് പോയി. ഇനിയും നമ്മൾ അടുത്ത ഗ്രോത്തിൻ്റെ സക്സസ്സിലേക്ക് കയറുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പുതിയ ഒരു കംഫർട്ടബിൾ സോണിലായിരിക്കും പോവാം. ആദ്യത്തെ കംഫർട്ട് സോണൊക്കെ പൊട്ടിച്ചു, സക്സസ് ആയി എന്നിരിക്കട്ടെ. പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും കംഫർട്ടബിൾ വരും. പക്ഷെ ആ കംഫർട്ടബിൾ സോൺ എന്ന് പറയുന്ന ആദ്യത്തെ വീഡിയോ എടുക്കുന്ന പേടിയെക്കുറിച്ചുള്ള കംഫർട്ട് സോൺ അല്ല. അതൊക്കെ നമ്മൾ പൊട്ടിച്ചു. അത് പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടല്ല. കുറേ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നമുക്കുണ്ടായിരുന്ന പേടികളോ ഇല്ലെങ്കിൽ ആൾക്കാരെ ഫേസ് ചെയ്യുന്നതോ അങ്ങനെ ഒന്നും നമുക്കില്ല. പക്ഷെ പുതിയ കംഫർട്ടബിൾ സോൺ എന്ന് പറയുന്നത്, ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റേജിൽ ലൈവായിട്ട് നേരിട്ട് ആൾക്കാർ ഇരിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കുറേ ആൾക്കാരെ കാണുമ്പോൾ അവിടെ പേടിയാണ്. ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് സൂമിൽ മീറ്റിംഗ് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓഫ്ലൈനായിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിലൊക്കെ, വലിയൊരു ഹോട്ടലിലൊക്കെ വെച്ചിട്ട് ഒരു വലിയ പ്രോഗ്രാംസ് ഒക്കെ ഒരു വെന്യൂവിൽ നടക്കുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു പേടിയുണ്ടാവും. കാരണം അത് നിങ്ങൾ ചെയ്തിട്ടില്ല, ശരിയല്ലേ? അതുപോലെ ഇതുവരെയും ചെയ്യാത്ത പുതിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, ഫിസിക്കൽ ഇവൻറ്റ്സുകൾ ചെയ്യുന്ന സമയത്തോ ഇല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോയി ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് മാറി ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള കംഫർട്ടബിൾ സോൺ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിലും ഈ ഡിജിറ്റൽ കോച്ചിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആദ്യത്തെ കംഫർട്ട് സോണിന് ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് നമ്മൾ സക്സസ്സിലേക്ക് വന്ന് അഡ്വർടൈസിങ്സ് റൺ ചെയ്ത് കുറേ ആൾക്കാരെ നമ്മൾ സഹായിച്ച് കഴിയുമ്പോൾ നമ്മളൊരു എൻജിൻ സെറ്റ് ആവും. പിന്നെ പുതിയ ചലഞ്ചാണ്. എന്നാൽ ആ ഒരു ചലഞ്ച് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിനേക്കാളും വലിയ കാര്യങ്ങളിലേക്ക് പോകും. ഇതൊരു സൈക്കിളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഒരു എൻഡ് പോയിന്റ് അല്ല, ഇത് ഓരോന്ന് മുന്നോട്ട് പോകുന്ന ഒരു ജേണിയാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് കുറേ പേടി ഇതുപോലുള്ള സാധനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഒരു വണ്ടി ഫ്രണ്ടിൽ വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവ് ചെയ്യുകയാണെന്ന് അറിയുക പോലും ചെയ്യാതെ നമ്മളത് യൂസ്ഡായി, അല്ലേ? ന്യൂ നോർമലായി, ഒരു സാധാരണ കാര്യമായിട്ട് മാറി. അപ്പോൾ ഇതുപോലെ ഡിജിറ്റൽ കോച്ചിങ്ങിലേക്ക് വരുന്ന ആൾക്കാരിൽ ഒരു ഭൂരിപക്ഷം ആൾക്കാരും ഒരു 50,000 രൂപ പോലും ഏൺ ചെയ്യാതെ നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ അവർ പോലും അറിയുന്നില്ല ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ട് എന്നുള്ളത്. സോ ഇത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് കഴിയും. ഇനി ഇതിനൊരു ബിസിനസ് ആയിട്ട് നിങ്ങൾ കാണുന്ന സമയത്ത് എൻ്റെ ഹൈലി റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, വീട്ടിലിരുന്നാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതാണെങ്കിലും ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിന് രജിസ്ട്രേഷനോട് കൂടി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. എങ്കിലേ അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. ഉദ്യം ആധാർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് കേന്ദ്ര ഗവൺമെൻറ്റിനെയാണ്. നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു പേരിൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷനോട് കൂടി മുന്നോട്ട് പോകാം. ഒരു GST നമ്പർ എടുക്കുക. എന്തുകൊണ്ട് GST എന്ന് പറഞ്ഞാൽ, നോർമലി 2 കണ്ടീഷനിലാണ് GST നമ്പർ പറയുക. ഒന്ന്, നമ്മൾ സ്റ്റേറ്റിനകത്ത്, കേരളത്തിനകത്ത് മാത്രമാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ GST എടുക്കേണ്ടതില്ല. രണ്ടാമത്തെ കണ്ടീഷൻ, 20 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നമ്മൾ GST എടുക്കേണ്ട. ഇത് രണ്ടാണ്. എന്നാൽ മറ്റൊരു കണ്ടീഷൻ കൂടെ ഉള്ളത്, നമ്മൾ ഓൺലൈനിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഡിജിറ്റലി ആരെങ്കിലും സഹായിക്കുന്ന കോഴ്സസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ അത് പർച്ചേസ് ചെയ്യുന്നത് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും. കേരളത്തിന് പുറത്തുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം, ഇന്ത്യക്ക് പുറത്തുനിന്ന് ചെയ്യാം. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു GST എടുക്കാനുള്ള ഒരു കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഡിജിറ്റലി കാര്യങ്ങൾ ചെയ്യുന്നവർ GST രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോഴാണ് അതിനെ ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹോബിയാണ്, പൈസ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. പക്ഷെ നിങ്ങൾ 50,000 മാസം നിങ്ങൾക്ക് മിനിമം ഏൺ ചെയ്തുകൊണ്ട് ലക്ഷങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു രജിസ്ട്രേഷനോട് കൂടി പോവുക. ഇനി നമുക്ക് സെയിൽസ് ഒന്നും നടന്നില്ലെങ്കിലോ നില്ല് ഫയൽ ചെയ്യാൻ പറ്റും, GST 0 ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് രജിസ്ട്രേഷനോട് കൂടി പോകാനായിട്ട് ശ്രമിക്കുക. 2, പ്രാക്ടീസ് ചെയ്യാം. നമ്മളൊരു വെബിനാറിൻ്റെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആൾക്കാർ ആരുമില്ലാതെ സൂമിനെ നമ്മൾ മാത്രം ഓൺ ചെയ്തിട്ട് സ്ക്രീനൊക്കെ ഷെയർ ചെയ്തിട്ട് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരെണ്ണം ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും. പക്ഷേ നമ്മൾ ആൾക്കാരുടെ ഫ്രണ്ടിൽ മാത്രം പോകുമ്പോഴാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിലോ അത് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ആൾക്കാരില്ലാതെ തന്നെ സൂമിനെ ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് കോൺഫിഡൻസ് കിട്ടും. അതേ സമയത്ത് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാത്തൊരു മനുഷ്യൻ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്, ആദ്യമേ കയറി ഒരു ക്യാമറയിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പബ്ലിഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും പിടിക്കണ്ട.
ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ ആൾക്കാരൊന്നും ഇല്ലാതെ നിങ്ങൾ റൂമൊക്കെ ക്ലോസ് ചെയ്തിട്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒന്ന് സംസാരിച്ച് നോക്കുന്നത് പോലും പ്രാക്ടീസാണ്. ശരിയല്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് നിരന്തരം ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവും. പ്രാക്ടീസ് ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത്. അതോടൊപ്പം തന്നെ ഈ ഒരു ജേണിയിൽ നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1 CR മുകളിലൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുന്ന ഒരു ജേണിയിലേക്ക് ഡിജിറ്റൽ കോച്ചിങ്ങിൽ, ഡിജിറ്റൽ ലീഡർഷിപ്പിൽ നിങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ അഡ്വർടൈസിങ്സ് റൺ ചെയ്യണം. ഈ കംഫർട്ട് സോണൊക്കെ പൊട്ടിച്ച് പുറത്തു പോകുമ്പോൾ ഡെയിലി നമുക്കൊരു 20-30 പേര് മിനിമം ലീഡ് വരുന്ന രീതിയിൽ എല്ലാ ദിവസവും ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും സോഷ്യൽ മീഡിയ മെറ്റ അഡ്വർടൈസിങ്സ് നമ്മൾ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ വീക്കിലി ഒരു വെബിനാറെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീക്കിലി നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എങ്കിലും ഒരു 5 മിനിറ്റിന് മുകളിലുള്ളത് ഒരു വാല്യൂ കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും റീൽസ് ചെയ്യാൻ കഴിയുമെങ്കിൽ റീൽസ് ചെയ്യുക. ഇത്രയും ചെയ്താൽ ഇത് ബിസിനസ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത്രയും ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. അപ്പുറത്ത് നമുക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, അത് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. കാരണം കൺസിസ്റ്റൻസിയാണ് കീ. 2 ദിവസം ചെയ്തിട്ട് പിന്നെ കുറേ നാൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. അതും ഒത്തിരി ആൾക്കാർക്ക് ഫെയിലിയർ ആകാനായിട്ട് കാരണമാകുന്നുണ്ട്. ഫൈനലി യുവർ ഡ്രീം കോച്ചിങ് ബിസിനസ് ഈസ് ജസ്റ്റ് 1 സോൺ ബിഹൈൻഡ് യുവർ കംഫർട്ടബിൾ സോൺ. നിങ്ങൾ ആയിരിക്കുന്നത് തൊട്ടടുത്താണ്. അതിനൊന്ന് പൊട്ടിച്ചാൽ നേരെ അടുത്തേക്ക് പോകാൻ പറ്റും. അത് പൊട്ടിച്ചാൽ അടുത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ പൊട്ടിക്കേണ്ട ചില ബൗണ്ടറീസ് ഉണ്ട്. സോ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുത്തു പറയുന്നത്, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ യു നീഡ് എ ഗൈഡൻസ്, ഒരു മെൻറ്ററെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും കാൽസോൾ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചാറ്റിലേക്ക് അത് റെസ്പോണ്ട് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുക. ഇനിയും നമ്മുടെ കാൽസോളിലുള്ള മെമ്പേഴ്സ് ആരെങ്കിലും നിങ്ങൾ ഒരു ഹയർ അക്കൗണ്ടബിലിറ്റിയിലേക്ക് ഇതുപോലുള്ള കംഫർട്ട് സോണൊക്കെ പൊട്ടിച്ചുകൊണ്ട് നന്നായിട്ട് ഏൺ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജമ്പ് ടു ഡയമണ്ട്. അവിടെ നിങ്ങൾക്ക് ഹയർ അക്കൗണ്ടബിലിറ്റീസ് കിട്ടുന്നുണ്ടാവും. സോ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോംസിൽ നമ്മുടെ ഓരോ സ്റ്റേജിലും ഓരോ ബൗണ്ടറീസ് പൊട്ടിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോൾ ഇത് ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് കേരളത്തിൽ എനിക്ക് കൃത്യമായിട്ട് ഡിജിറ്റൽ ലീഡർഷിപ്പിലൂടെ ഒരു അച്ചീവ്മെന്റ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെയും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പറയുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം കുഞ്ഞായിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കാണിച്ചാൽ, ഇത് എൻ്റെ മെൻറ്ററുടെ ഒരു ഇൻസ്റ്റാഗ്രാം ചാനലാണ്. അദ്ദേഹം കഴിഞ്ഞ ഒരു ഇവന്റിൽ പബ്ലിക്കലി ഞാൻ ആ സ്റ്റേജിൽ ഏകദേശം ഇന്ത്യയിലെ ഒരു 1000-ഓളം ഇന്ത്യയിലുള്ള കോച്ചസ് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ എൻ്റെ ഒരു മെസ്സേജ് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ചെയ്തൊരു റീല് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാനൊന്ന് കാണിക്കാം. So I'm in FBR right now and I'm learning so much from the amazing speakers over here. And the one lesson that I actually got right now was from Praveen, who actually traveled 1,600 kilometers across Kerala to going to the homes of the students. And that led him to actually achieve 1 crore in one single day. And my biggest lesson is this, that when you fall in love with your students, when you truly care for others, you don't really have to sell so hard. They will just buy from you because they love you. And you guys are... യെസ്, താങ്ക് യു. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഡിജിറ്റൽ കോച്ചിങ് എന്ന് പറയുന്നത് വലിയ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഞാൻ ഇവിടെ ഇത് പറയുന്ന സമയത്ത് ഓൾറെഡി ഞാൻ വന്ന വഴിയാണ്, ട്രാക്കാണ്. അപ്പോൾ എനിക്കൊരു ദൗത്യം കൂടിയുണ്ട് ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് കാൽസോൾ കമ്മ്യൂണിറ്റി ചെയ്തത് 1 CR മുകളിൽ ഏൺ ചെയ്യുന്നവരുടെ ഒരു കൂട്ടം നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഫൈനലി ഞങ്ങളെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുഞ്ഞ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ഞങ്ങളുടെ മെൻറ്റർ അദ്ദേഹം ഒരു പേപ്പറിൽ നമ്മുടെ ഒരു 40-48 ആൾക്കാർ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞങ്ങളുടെ റവന്യൂ അവിടെ ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 465 കോടിയാണ്. ആ സമയത്ത് ഞങ്ങളുടെ ആ ഒരു റൂമിനകത്ത് ഇരുന്നവരുടെ മാത്രം റവന്യൂ എന്ന് പറയുന്നത്. അതിൽ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് 3,52,972 ആൾക്കാരെ പെയ്ഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ നമുക്ക് സെർവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടോട്ടൽ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 28 കോടി രൂപയായിരുന്നു ആ റൂമിൽ ഇരുന്നവരുടെ മാത്രം. ഞാൻ എന്തുകൊണ്ടത് പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആയിരിക്കുന്ന നെറ്റ്വർക്ക് എന്നെ അത്രയും സഹായിക്കുന്നുണ്ട്. പരസ്പരം സഹായിക്കുന്നവരുടെ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നവരുടെ ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ എത്തിയാൽ അവിടെ നമുക്ക് ഒറ്റയ്ക്കല്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കംഫർട്ടബിൾ സോൺ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരാനുണ്ടാവണം. നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്, ഇതിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു റൂം മീറ്റിംഗിൽ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ബോക്സ് ആയിട്ട്, മീൻസ് ഓരോ ടേബിളായിട്ട് ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനെ കുറച്ചുകൂടെ എക്സ്പെക്ട് ആവും. അപ്പോൾ കേരളത്തിൽ ഡിജിറ്റൽ കോച്ചിങ്ങിന്, അതായത് വീട്ടിലിരുന്നുകൊണ്ട്, വീട്ടിലൊരു റൂമിൽ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് ഒത്തിരി ആൾക്കാരെ, ലക്ഷക്കണക്കിന് ആൾക്കാരെ സഹായിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതോടൊപ്പം ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള റൈറ്റ് ആയിട്ടുള്ള കൂട്ടത്തിൽ എത്തിയോണ്ടാണ്. സോ യു ക്യാൻ ആഡ് ടു ഏൺ. ഇതുവരെയും കാൽസോൾ കമ്മ്യൂണിറ്റിയിൽ വരാത്ത ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാനം നേടണം, നിങ്ങളുടെ കഴിവും അറിവും ഉപയോഗിച്ചുകൊണ്ട് ഒരു വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. വെബിനാറാണ്, ഫ്രീ വെബിനാറാണ്, 2 മണിക്കൂർ. അതിലേക്ക് പങ്കെടുക്കുക, ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യുക. ഏതൊരു ബിസിനസ്സിൽ കിട്ടാത്ത വലിയ സാധ്യതകൾ ഇവിടെയുണ്ട്. ഇവിടെ മാറ്റം നമ്മളെന്നുള്ള വ്യക്തിയിലാണ്
ഇതിലേക്ക് ട്രാക്കിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുക. ഇത് ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്ന, ഒത്തിരി ജീവിതങ്ങളെ സഹായിക്കുന്ന വലിയ മനോഹരമായിട്ടുള്ള ജേണിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഒരു 50,000 രൂപ പോലും ഡിജിറ്റൽ കോച്ചിങ്ങിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ലീഡർഷിപ്പിലൂടെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്ന് തോന്നുകയാണ്, അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നും വേണ്ട. അത് നിങ്ങൾ അറിയാതെ പോയ കംഫർട്ടബിൾ സോൺ ഉള്ളതുകൊണ്ടാണ്. ഒരു കംഫർട്ടബിൾ സോൺ പൊട്ടിക്കുക, അടുത്തേക്ക് പോവുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് ഹൃദയത്തിൽ നിന്ന് ചാറ്റിലേക്ക് റെസ്പോണ്ട് ചെയ്യുക. കാൽസോൾ മെമ്പേഴ്സും അത് റെസ്പോണ്ട് ചെയ്യാം. അതല്ലാതെ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സ് തുറക്കുക. അത് എത്ര പാരഗ്രാഫ് ആയിട്ടാണെങ്കിലും നിങ്ങൾ റൈറ്റ് ചെയ്തോളൂ. ഓരോരുത്തരുടെയും ഓരോ വാക്കും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഞാൻ ഓരോന്ന് കേൾക്കുന്നുണ്ടാവും, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. ഇതൊരു വലിയ ദൗത്യം കൂടിയാണ്. ഇത്രയും വലിയ അവസരം ChatGPTയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ഉള്ള സമയത്ത് ഇനിയും നമ്മൾ ഒതുങ്ങിക്കൂടരുത്. 10 പേര് നമ്മൾ അറിയണം. വിസിബിലിറ്റി ഉണ്ടെങ്കിലേ സെയിൽസ് ഉണ്ടാകത്തുള്ളൂ. ബിസിനസ്സിൽ നന്നായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. നിങ്ങൾ കൂട്ടുകൂടേണ്ടത് സക്സസ് ആയ ആൾക്കാരുടെ കൂടെയാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളും സക്സസ് ആയിട്ട് മാറും. സോ വെൽക്കം ടു കാൽസോൾ കമ്മ്യൂണിറ്റി. ആരും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ജോയിൻ ചെയ്യുക. ഓൾറെഡി അസിസ്റ്റിംഗ് കാൽസോൾ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഫാസ്റ്റ്ലി നിങ്ങൾ മൂവ് ടു ഡയമണ്ട്. താങ്ക് യു ആൾ. അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൾ. പ്രവീൺ കാൽവിൻ കാൽസോൾ.